ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യം നമ്മൾ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ളതാണ് ഈ ക്ലാസ്. പക്ഷേ ഇന്ന് ഞാൻ ചേർക്കുന്നത് CRT ചാപ്റ്റേഴ്സാണ് ഇതിൽ ചേർക്കുന്നത്. അതിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഓരോ ഭൂപ്രകൃതിയെക്കുറിച്ചും അതിലുള്ള പർവ്വതങ്ങളെക്കുറിച്ചായാലും നദികളെക്കുറിച്ചായാലും തുടർന്ന് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം അതിൻ്റെ അടിസ്ഥാനമായിട്ട് എന്തെല്ലാം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പഠിക്കണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് ടെക്സ്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്, വെളിയിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് പുതിയ CRT ആയാലും പഴയതായാലും നമ്മളെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം ഇവിടെ ഇന്ത്യയിലെ പർവ്വതങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹിമാലയൻ പർവ്വതം, പശ്ചിമഘട്ടം എന്നിവയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വത നിരകളായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വത നിരകൾ. അപ്പോൾ ഏതൊക്കെയാണ്? ഹിമാലയം കൂടാതെ ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലിയും പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും വിന്ധ്യ, സത്പുര നിരകളുമൊക്കെ ഇന്ത്യയിലെ മറ്റു പർവ്വതങ്ങളാണ് എന്നെല്ലാം പറഞ്ഞു. ആ പർവ്വതങ്ങളിൽ നിന്നാണ് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നതും. ഇന്ത്യയിലെ സമതലങ്ങളെക്കുറിച്ച് നോക്കാം. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. എന്നാണ്? നിരപ്പായ ഭൂപ്രദേശങ്ങളെയാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? പർവ്വതങ്ങൾ, രണ്ടാമത് സമതലങ്ങൾ. ഓക്കെ, ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതലം അറിയപ്പെടുന്നത്. ഹിമാലയൻ പർവ്വതനിരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? ഈ സമതലം ഉള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ അവർ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഈ സമതലം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവ അറിയപ്പെടുന്നത് എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ സമതലങ്ങൾ എന്നാണ്. ഈ ഫലപുഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നു. ഇതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് പറയുന്നത് എന്താണ്? സമതലങ്ങളാണ്. എന്ത് സമതലങ്ങളാണ്? ഉത്തര മഹാസമതലങ്ങൾ. ഓക്കെ, അതായത് ആ സമതലങ്ങളെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളെ തന്നെയാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യയിലെ മരുഭൂമികളെ കുറിച്ച് നോക്കാം. അപ്പോൾ മൂന്നാമത്താണ് മരുഭൂമി. ഫസ്റ്റ് പർവ്വതം, രണ്ടാമത് സമതലം, മൂന്നാമത് മരുഭൂമി. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണൽ കൂനകളും മരുഭൂമികളുടെ സവിശേഷതയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. അപ്പോൾ എവിടെയാണ്? വടക്ക് പടിഞ്ഞാറായിട്ടാണ് മരുഭൂമി ഉള്ളത് കേട്ടോ. സ്ഥലങ്ങൾ ഓർത്തു വയ്ക്കുക. താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. അടുത്തതാണ് പീഠഭൂമികൾ. നാലാമത്തതാണ് പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയും മറ്റ് പ്രധാന പീഠഭൂമികളാണ്. നമ്മൾ പറഞ്ഞു പർവ്വതം പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. സമതലം പറഞ്ഞാൽ എന്താണ്? വിശാലമായ നിരപ്പായതിനെയാണ് സമതലം എന്ന് പറയാം. മരുഭൂമി എങ്ങനെയാണെന്ന് പറഞ്ഞത്? വടക്ക് പടിഞ്ഞാറായിട്ട് രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഭാഗം ഉള്ളത്. മണൽക്കൂനകളാണ് മരുഭൂമിയുടെ സവിശേഷത എന്ന് പറഞ്ഞു. പീഠഭൂമി പറഞ്ഞാൽ എങ്ങനെയാണ്? ബാക്കിയുള്ള സ്ഥലങ്ങളെ, ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും അതുപോലെ മുകൾ ഭാഗം എങ്ങനെയായിരിക്കും? ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. അടുത്തത് തീരപ്രദേശങ്ങൾ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളെയാണ് തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്ക് ഉള്ളത്. അടുത്തതാണ് ഇന്ത്യയിലെ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? ദ്വീപുകൾ എന്ന് പറയുന്നത്. അവിടെ പിക്ചർ കണ്ടില്ലേ?
ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളും. അതിൻ്റെ ചിത്രമാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇന്ത്യയിൽ മിക്ക പർവ്വത നിരകളും അനേകം നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. അത് നമ്മൾ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും, അതായത് ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ഓക്കെ. അതുകൂടാതെ ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ. ഇനി നമുക്ക് ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. വളരെ വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും 2 മഴക്കാലമാണ് ഇന്ത്യയിലുള്ളത്. അറബിക്കടലിനോട് ചേർന്ന് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലവും അനുഭവപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ആദ്യം 2 മഴ കാലത്തെക്കുറിച്ച് പറഞ്ഞു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും അതുപോലെ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മഴക്കാലത്തെക്കുറിച്ച് പറഞ്ഞു. അത് അറബിക്കടലിനോട് ചേർന്ന് പടിഞ്ഞാറൻ തീരങ്ങളിലും അതുപോലെ വടക്ക് കിഴക്കൻ തീരങ്ങളിലും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? നല്ല മഴ ലഭിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. അതിനുശേഷം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ എന്താണ്? ഉഷ്ണകാലവും അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ കാലാവസ്ഥയും വളരെ വ്യത്യാസമാണല്ലോ, ഒരുപാട് വൈവിധ്യങ്ങൾ ഉള്ളതാണല്ലോ അല്ലെ. ഈ വൈവിധ്യങ്ങൾക്ക് അനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകൾ, കുറ്റിക്കാടുകൾ, പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. എങ്ങനത്തെയാണുള്ളത്? മഴക്കാടുകളുണ്ട്, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകൾ, കുറ്റിക്കാടുകൾ, പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാന്, മയില്, വേഴാമ്പൽ മുതലായ അനേകം പക്ഷി മൃഗാദികളും ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സമ്പത്താണ്. ഓക്കെ. അപ്പൊ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഇന്ത്യയിലെ പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെ പർവ്വതം പറഞ്ഞു? ഏറ്റവും വലിയ പർവ്വതമായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലുണ്ട് പറഞ്ഞു. പിന്നെ ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിദ്യാസത്പുര നിരകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ സമതലം, ഉത്തര മഹാസമതലത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. പിന്നെ രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ടാണ് എന്തുള്ളത്? താർ മരുഭൂമി എന്ന് പറഞ്ഞു. മരുഭൂ പ്രദേശങ്ങളുള്ളത് പറഞ്ഞു. കണ്ണെത്താ ദൂരത്തോളം എന്താണ് അവിടെ ഉള്ളത്? മണൽ കൂനകളാണുള്ളത് എന്ന് പറഞ്ഞു. അതിനുശേഷം പീഠഭൂമികളെ കുറിച്ച് പറഞ്ഞു. പീഠഭൂമി എങ്ങനെയായിരിക്കാന്ന് പറഞ്ഞത്? ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, നാഗ്പൂർ പീഠഭൂമി എന്നീ പീഠഭൂമികളുടെ പേരുകൾ പറഞ്ഞു. ഒക്കെ പേര് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതൊക്കെ അതിനുശേഷം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. പിന്നെ ഇന്ത്യൻ തീരപ്രദേശത്തെ കുറിച്ച് പറഞ്ഞു. വളരെ നീളം കൂടിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ ദ്വീപുകളായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ച് പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അതുപോലെ അറബിക്കടലിൽ ഏതാണുള്ളത്? ലക്ഷദ്വീപാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയിലെ നദികൾ ഏതൊക്കെയാണ്? ഹിമാലയൻ നദികളും ഉണ്ട്, അതുപോലെ ഉപദ്വീപീയ നദികളുമുണ്ട്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികൾ എന്ന് പറഞ്ഞു.
അതുപോലെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മഴ സീസണെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം എന്ന് പറഞ്ഞു. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ ധാരാളം നൈസർഗിക സസ്യജാലങ്ങളുണ്ട് എന്ന് പറഞ്ഞു. മഴക്കാടുകളുണ്ട്, അതുപോലെ ഇലപൊഴിയും കാടുകളുണ്ട്, മുൾവനങ്ങളുണ്ട്, കുറ്റിക്കാടുകളുണ്ട്, പുൽപ്രദേശങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സസ്യജാലങ്ങളുടെ വൈവിധ്യവും നമ്മൾ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലെ അതേ സംസ്കാരമൊന്നുമല്ല, അല്ലെ നമ്മൾ വടക്ക് ഭാഗത്ത് പോയാലും ശരി, അല്ലെങ്കിൽ കിഴക്ക് ഭാഗങ്ങളിൽ പോയാലും ശരി, എല്ലാം തികച്ചും വിഭിന്നമാണ്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിലായാലും കാലാവസ്ഥയിലായാലും ജന്തുജാലങ്ങളിലായാലും മാനവ ജീവിതത്തിലായാലും എല്ലാത്തിലും ഒരുപാട് വൈവിധ്യമുണ്ട്. എന്നിട്ടും നമ്മുടെ ഇന്ത്യ എന്താണ്, ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 28 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. അതുപോലെ പർവ്വതങ്ങളും പീഠഭൂമിയും സമതലങ്ങളും തീരപ്രദേശങ്ങളും ദ്വീപുകളും എന്നിവയെല്ലാം ഉള്ള ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അതുപോലെ പ്രധാന നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മഴക്കാലവും ശൈത്യകാലവും വേനൽക്കാലവും എന്നിങ്ങനെ 3 രീതിയിൽ തരംതിരിച്ചിട്ടുമുണ്ട്. പ്രധാന സസ്യജാലങ്ങളാണ് മഴക്കാട്, ഇലപൊഴിയും കാട്, മുൾച്ചെടി, കുറ്റിക്കാട്, പുൽപ്രദേശങ്ങൾ തുടങ്ങിയവ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലം, ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരം, ആഘോഷം എന്നിവയെല്ലാം വ്യത്യസ്തമായാലും നമ്മൾ എന്താണ്, ഒരു രാജ്യമായി ഇന്ന് നിലകൊള്ളുന്നു എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടി നോക്കാം. വർഷത്തിൽ ഏറെ പങ്കും മഞ്ഞുറഞ്ഞ ദുർഘടമായ പർവ്വതനിരകൾ, വമ്പൻ നദികൾ, പകൽ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിലും മുകളിലെത്തുന്ന പൊള്ളുന്ന മരുഭൂമി, അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മാത്രമല്ല കൃഷിയിലും ഒരുപാട് വൈവിധ്യമുണ്ട് അല്ലേ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത്. അതായത് മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന പ്രദേശങ്ങളുമുണ്ട്, 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുള്ള പ്രദേശങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതുപോലെ കൃഷിയിലും വൈവിധ്യങ്ങളുണ്ട്. ഗോതമ്പും ചോളവും കരിമ്പും കൃഷി ചെയ്യുന്ന വിശാലമായ സമതലമുണ്ട്. അതുപോലെ ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധവിളകൾ കൃഷി ചെയ്യുന്ന മലമടക്കുകളുണ്ട്. തെങ്ങും നെല്ലും വളർന്ന ദൈർഘ്യമേറിയ തീരദേശങ്ങളുണ്ട്. തെങ്ങും നെല്ലൊക്കെ ഏത് ഭാഗത്താണ് കൃഷി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേരളത്തിൻ്റെ തീരദേശം എടുക്കുമ്പോൾ തീരദേശങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് തെങ്ങും നെല്ലും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാടിൻ്റെ ഈ വൈവിധ്യങ്ങൾ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്തമായ മനുഷ്യരാണ്. അവർക്ക് വ്യത്യസ്തമായ മതവിശ്വാസം, ആചാരം, ആഘോഷം, ഭാഷയും അതുപോലെ ആഹാരവും വസ്ത്രവും പാർപ്പിടവും എല്ലാം എന്താണ്, വ്യത്യസ്തമാണ്. എന്നിട്ടും ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് നോക്കാം. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയും പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൻ്റെ 7ാം സ്ഥാനമാണുള്ളത്. എത്രാം സ്ഥാനമാണ്? 7ാം സ്ഥാനം. ഭൂമധ്യരേഖയ്ക്ക് എവിടെയാണുള്ളത്? വടക്ക് ഭാഗത്ത് മേൽഭാഗത്താണുള്ളത്. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയാണ്. പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിലെ ഒരു ഉൾനാടൻ, ആ ചിത്രം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, അതൊരു ജമ്മു കാശ്മീരിലെ എന്താണ്, ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ വീടിൻ്റെ ചിത്രമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഈ പർവ്വതനിരയിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഭാഗത്തിന് ഏകദേശം എത്ര നീളമുണ്ട്? 2400 കിലോമീറ്റർ നീളമുണ്ട്. എവിടെ? ഹിമാലയൻ പർവ്വതനിരയുടെയാണ് പറയുന്നത്. ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഈ ഭാഗത്തിന് 2400 കിലോമീറ്റർ നീളമുണ്ട്. ജമ്മു കാശ്മീർ, അതിനുശേഷം ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ പർവ്വതനിരയുടെ ഭാഗമാണ്. ഉത്തര പർവ്വത മേഖല എന്നാണ് ഈ ഭൂപ്രകൃതി വിഭാഗം അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? ഉത്തര പർവ്വത മേഖല. ഉത്തര പർവ്വത മേഖല ആണ്. ഉത്തരം പറഞ്ഞാൽ എന്താണ്? മേൽഭാഗം, വടക്കായിട്ടുള്ളത് അല്ലേ. വടക്കുള്ള പർവ്വത മേഖല എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ കാശ്മീരിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും
ഈ ഉത്തര പർവ്വത മേഖലയുടെ ഭാഗമാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളിൽ വർഷം മുഴുവൻ എന്ത് ചെയ്യും? മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഹിമാലയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, ഒരു വർഷം മാത്രം കേട്ടോ. ഇന്ത്യയിൽ സ്ഥിരമായ ആ ഭാഗങ്ങളിൽ എന്താണ്, ഈ ഏറ്റവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് എന്തില്ല? ജനവാസമില്ല. കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയ നിരയുടെ ഭാഗമാണ്. ഹിമാലയ നിരയുടെ ഭാഗമാണ് ഏതൊക്കെ? കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ എന്ന് പറയുന്നത്. എവറസ്റ്റ് കൊടുമുടിയാണ് ഈ നിരകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടിയാണ്. ഇത് എവറസ്റ്റ് എവിടെയുള്ളത്? നേപ്പാളിലാണ് ഉള്ളത്. എവറസ്റ്റ് എവിടെയുള്ളത്? നേപ്പാളിലാണ് ഉള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞു. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പർവ്വത നിരകൾക്ക് തൊട്ടു തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. തെക്ക് ഭാഗത്ത് എന്താണ്? താഴ്ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും എന്താണ്? തണുപ്പിന്റെ തീവ്രത എന്ന് പറയുന്നത് കുറവാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഈ മേഖലയിൽ ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ നിരവധി സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ നിരവധി സുഖവാസ കേന്ദ്രങ്ങളുള്ളത്. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് ഉൾപ്പെടെ മറ്റു പലതരം പൂക്കൾ ഇവിടെ പ്രധാന കൃഷിയിനങ്ങളാണ്. ഏത്? നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളിലായിട്ടാണ് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് ഉൾപ്പെടെ പലതരം പൂക്കൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഉത്തരപർവ്വത മേഖലയുടെ ആ ഭാഗങ്ങളിൽ, തെക്ക് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നവയാണ്. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കുന്നുകൾക്ക് എന്താണ്? ഉയരം കുറവാണ്. താഴ്ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കുന്നുകളുടെ ഉയരം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. ഈ മേഖലയിൽ വൈവിധ്യമായ വിളകൾ കൃഷി ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ഏറ്റവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നവിടെ എന്താണ്? ജനവാസമില്ല. അവിടെ പോയി നമുക്ക് കൃഷി ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? കുന്നുകൾക്ക് ഉയരം കുറവായതുകൊണ്ടും അവിടെയാണ് കൂടുതൽ എന്തുള്ളത്? വിള വൈവിധ്യങ്ങൾ കൃഷി ചെയ്യുന്നതും. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ഈ ഭാഗം, താഴ്ഭാഗത്ത് തെക്ക് ഭാഗം എന്ന് പറയുന്നത്. മഞ്ഞുമൂടിയ ഹിമാലയ നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന മണൽ, ചെളി, ഉരുളൻ കല്ലുകൾ എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞതാണ് ഈ താഴ്വര എന്ന് പറയുന്നത്. തെക്ക് ഭാഗത്തേക്കാണ് ഈ ഹിമാലയ നദികൾ എന്തേ കൊണ്ടുവരുന്നത്? മണലും ചെളിയും ഉരുളൻ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപങ്ങൾ നിറഞ്ഞതാണ് ഈ താഴ്വര എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ പ്രധാനം എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഇത് കാലാവസ്ഥയും വളരെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കുകയും അതുപോലെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യ്ക്കുന്നതും ഈ ഉത്തരപർവ്വത മേഖലയാണ്. അതായത് ഏഷ്യയിൽ നിന്ന് വരുന്ന ആ തണുത്ത ശീതക്കാറ്റിനെ തടയും. എന്നിട്ട് നമ്മൾ ആ കൊടും തണുപ്പിൽ നിന്ന് എന്ത് ചെയ്യും? സംരക്ഷിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ മുഴുവൻ എന്ത് ചെയ്യും? മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അതുപോലെ ഒരു പ്രകൃതിദത്തമായ കോട്ട കൂടിയാണ് ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. പുരാതന കാലം മുതൽക്ക് തന്നെ വടക്കു പടിഞ്ഞാറിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കുന്നത് ഈ പർവ്വതനിരയാണ്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നെല്ലാം നമ്മളെ തടയുന്നത് എന്താണ്? ഈ ഉത്തരപർവ്വത മേഖലകളാണ്. നദിയുടെ ഉത്ഭവം, ഒരുപാട് നദികൾ അല്ലേ, അതിൽ പ്രധാന ഹിമാലയ നദികൾ ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ നിരവധി പോഷക നദികളും ഉത്ഭവിക്കുന്നത് എന്താണ്? ഈ ഉത്തര പർവ്വത മേഖലയിൽ നിന്നാണ്. അടുത്തത് ഉത്തരേന്ത്യയിലെ സമതലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലെ വിശാലമായ സമതല ഭൂപ്രകൃതിയാണ് നമുക്ക് ഈ ചിത്രങ്ങളിലൊക്കെ തന്നിട്ടുള്ള ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമതലത്തിൽ പെടുന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ നോക്കാം. രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, അതിൻ്റെ കുറേ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം എല്ലാം എന്താണ്? ഒരു സമതലമാണ് അല്ലേ. കാരണം അവിടുന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന മണലും ഒക്കെ നിക്ഷേപിച്ചിട്ട്, എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് നമ്മൾ സമതലം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. വളരെ വലിയ നിരപ്പായ ഭൂപ്രദേശത്തെയാണ് സമതലം എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ അത് ഏത് സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളാണ്? രാജസ്ഥാന്, അതിനുശേഷം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ പശ്ചിമ ബംഗാളിലെ കുറേ ഭാഗങ്ങളൊക്കെ ഈ സമതലത്തിൽ പെടുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ സമതലം രൂപം കൊണ്ടിട്ടുള്ളത്.
ഉത്തരമഹാസമതലം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നീ പേരുകളിലാണ് ഈ സമതലം അറിയപ്പെടുന്നത്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഉത്തരമഹാസമതലം എന്ന പേര് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇത് അടുത്ത ക്ലാസ് എത്തുമ്പോൾ എന്താണ് അവർ കുറച്ചുകൂടെ വിവരങ്ങൾ ഉൾപ്പെടുത്തും. അങ്ങനെയാണ് ഇവിടെ ഉത്തരമഹാസമതലം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നല്ലാതെ ഉത്തരമഹാസമതലം എന്നുകൂടെ അതിന് പേരുണ്ട് എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ് ഈ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. അതുപോലെ ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തരമഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ എന്താണ് ഒട്ടനവധിയാണ് അല്ലേ. ഈ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പടിഞ്ഞാറ് ഭാഗത്ത്, ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവിലാണ് ലഭിക്കുകയുള്ളൂ. പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് രാജസ്ഥാനിലെ, ആ രാജസ്ഥാനിലാണ് നമ്മൾ എന്തുള്ളത് പറഞ്ഞത്, മരുഭൂമി പ്രദേശം കൂടുതലായുള്ള രാജസ്ഥാന്റെ ഭാഗത്താണെന്ന് പറഞ്ഞു. താർ മരുഭൂമിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് വളരെ കുറഞ്ഞ അളവിലാണ് മഴ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാന്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്. മരുസ്ഥലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ജനവാസം വളരെ കുറവായിരിക്കും. അയൽ സംസ്ഥാനങ്ങളിൽ ഗോതമ്പ്, ചോളം എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുമ്പോൾ ജോവർ, ബജ്ര തുടങ്ങിയ വിളകളാണ് രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഈ വിളകൾക്ക് എന്താണ് കുറച്ച് വെള്ളം മതി. രാജസ്ഥാനിൽ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത്, ജോവറും ബജ്രയുമാണ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഉഷ്ണ മരുഭൂമിയാണ് താർ എന്ന് പറയുന്നത്. മഴ വളരെ വിരളമായ ഇവിടെ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. വിശാലമായ മണൽപ്പരപ്പുകളും മണൽ കുന്നുകളും ഇവിടത്തെ പ്രത്യേകതയാണ്. ശുദ്ധജലത്തിന്റെ മൂല്യം നന്നായി അറിയാവുന്നവരാണ് രാജസ്ഥാനിലെ ജനങ്ങൾ. കേരളത്തിലെ 1-2 ദിവസം ലഭിക്കുന്നത്ര മഴയാണ് ആ സംസ്ഥാനത്ത് ഒരു വർഷം ആകെ ലഭിക്കുന്നത്. കിലോമീറ്ററുകൾ നീളുന്നവയാണ് കുടിവെള്ളത്തിനായുള്ള ഗ്രാമീണ ജനതയുടെ യാത്രകൾ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പീഠഭൂമി നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്താൽ സമതല പ്രദേശം കടന്നെത്തുക വിശാലമായ ഒരു പീഠഭൂമിയിലാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്താൽ അവിടെ എന്താ ഉള്ളത്, പീഠഭൂമികളാണ് ഉള്ളത്. അപ്പോൾ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീസ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഈ പീഠഭൂമി പ്രദേശത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്നത്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീസ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനത്തിന്റെ ചില പ്രദേശങ്ങളുമാണ് പീഠഭൂമിയിൽ ഉൾപ്പെടുന്നത്. ഈ പീഠഭൂമിയെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ത്, ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ പീഠഭൂമിയുടെ മിക്ക ഭാഗങ്ങളിലും പണ്ടെന്നോ ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞാണ് രൂപം കൊണ്ടിട്ടുള്ളത്. പണ്ടെന്നോ പരന്ന ലാവ തണുത്തുറഞ്ഞിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി രൂപം കൊണ്ടിട്ടുള്ളത്. ഇത് പൊടിഞ്ഞുണ്ടായ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ പർവ്വതനിരകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകൾ ചോദിച്ചാൽ പറഞ്ഞാൽ വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവയാണ്. കാരണം അത് മധ്യപ്രദേശ് മുതൽ പീഠഭൂമി ഏത് വരെയുണ്ട്? ഏകദേശം തമിഴ്നാട് വരെയുണ്ട് അല്ലേ. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നീ വിളകളാണ് പീഠഭൂമി പ്രദേശത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പീഠഭൂമിയിൽ പരുത്തി, പയർവർഗ്ഗം, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ്. അതുപോലെ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളുള്ള ഈ പീഠഭൂമിയിൽ ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായവും ഒരു പ്രധാന തൊഴിൽ മേഖലയാണ്. അപ്പോൾ അവിടെയുള്ള ധാതുക്കൾ ഏതൊക്കെയാണ്? കൽക്കരി, ഇരുമ്പ്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവയാണ്. അതുപോലെ ഉപദ്വീപ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അപ്പം നദികൾ 2 വിധം പറഞ്ഞു. ഒന്ന് ഹിമാലയൻ നദി, രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് തീരസമതലങ്ങൾ. പീഠഭൂമികളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ പിന്തുടർന്നാൽ എത്തിച്ചേരുക തീരസമതലങ്ങളിലാണ്. ഏകദേശം 6100 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരം ഇന്ത്യക്കുണ്ട്. എത്രയാണ്?
6100 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ കടൽ തീരം എത്രയാണ്? 6100 ആണ്. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിഴക്കൻ തീരവും അറബിക്കടലിനോട് ചേർന്ന് പടിഞ്ഞാറൻ തീരവും കണ്ടല്ലോ. നമുക്കറിയാലോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിന്റെ സ്ഥലം വരെയും നമുക്ക് എന്താണുള്ളത്? കടൽ തീരങ്ങൾ ഉണ്ട്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വീതി കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ കുറവ് ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിനാണ് വീതി കുറവുള്ളത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിനാണ് എന്തെന്ന് പറയുന്നത്? വീതി കുറവ് എന്ന് പറയുന്നത്. ഈ സമതലത്തിന്റെ ഭാഗമായ കേരള തീരത്ത് നിരവധി എന്തുണ്ട്? കായലുകളുണ്ട്. അതുപോലെ തീരപ്രദേശത്തെ പ്രധാന വിളകൾ ഏതാണെന്ന് നമ്മൾ പറഞ്ഞത് തെങ്ങും നെല്ലുമാണ് അല്ലേ. കിഴക്കൻ തീരസമതലങ്ങളിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി തടങ്ങളിൽ വ്യാപകമായി നെല്ല് കൃഷി ചെയ്യുന്നു. അപ്പോൾ കിഴക്കൻ തീരസമതലങ്ങളിലുള്ള നദികൾ ഏതൊക്കെയാണ്? കാവേരി, കൃഷ്ണ, ഗോദാവരി എന്നിവയാണ്. നമ്മൾ ഉപദ്വീപീയ നദികളിൽ പെടുന്നതാണല്ലേ കൃഷ്ണയും ഗോദാവരിയും കാവേരിയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കിഴക്കൻ തീരസമതലങ്ങളിൽ. ഈ നദികളുടെ തീരങ്ങളിലാണ് നെൽകൃഷി പ്രധാനമായും ചെയ്യുന്നത്. ഇനി അടുത്തത് സമുദ്രത്തിലെ പച്ചത്തുരുത്തുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭാഗങ്ങളാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹവും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളും ഭൂപടങ്ങളിൽ നമ്മൾ കണ്ടു അല്ലേ. ലക്ഷദ്വീപിൽ മിക്കവയും പവിഴ ദ്വീപുകളാണ്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കൃഷി നാമമാത്രമായ ലക്ഷദ്വീപിൽ സമുദ്രത്തെ ആശ്രയിച്ചാണ് ജനജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ എന്താണ്? കൃഷി വളരെ കുറവാണ്. അവിടെ ഉള്ളത് എന്താണ്? കടലിനെ ആശ്രയിച്ചിട്ട് അല്ലേ, മത്സ്യബന്ധനത്തെ ആശ്രയിച്ചിട്ടാണ് പ്രധാനമായിട്ടും ലക്ഷദ്വീപ് ഉള്ളത്. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എന്താണ്? മിക്ക ഭാഗത്തും എന്താണ്? നിബിഡ വനങ്ങളാണുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ അതിൽ പവിഴ ദ്വീപുകളെ കുറിച്ചും കൂടി നോക്കാം. ഉഷ്ണമേഖലയിൽ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രാവം അടിഞ്ഞുകൂടി പവിഴപ്പെറ്റുകൾ രൂപം കൊള്ളുന്നു. വിവിധ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ പവിഴപ്പെറ്റുകൾക്കുമേൽ ദ്വീപുകൾ രൂപപ്പെടുന്നു. ഇന്ത്യയിൽ ഉൾപ്പെട്ട ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ചില ദ്വീപുകളും ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. എങ്ങനെ? ഈ മേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ. എന്താണ് കോറൽ പോളിപ്പുകൾ? എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രാവം അടിഞ്ഞുകൂടിയിട്ട് പവിഴപ്പെറ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ മേലിൽ എന്താണ്? ഈ പവിഴപ്പെറ്റുകൾക്ക് മേൽ ദ്വീപുകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഉൾപ്പെടെ ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകളും എന്താണ്? ഇങ്ങനെ പവിഴ ദ്വീപുകളാണ്. അപ്പം നമ്മളിപ്പോൾ 3 തരം ഭൂവിഭാഗത്തെ പറിച്ചു. ആ ചുവപ്പ് കളറിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉത്തര പർവ്വത മേഖല എന്നാണ്. ഉത്തര പർവ്വത മേഖലയാണ് ചുവപ്പ് കളറിൽ കാണുന്നത്. അവിടെ നിന്നാണ് എന്തുണ്ടാണെന്ന് പറഞ്ഞത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പറയുന്നത്. ആ വൈറ്റ് കളർ വന്നിട്ട് നേപ്പാൾ ആയതുകൊണ്ടാണ് അവിടെ അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ഭൂപ്രദേശങ്ങളാണ് ആ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ഏകദേശം ജമ്മു കാശ്മീരിൽ തുടങ്ങി അരുണാചൽ പ്രദേശ് വരെ നീളുന്നുണ്ട് അല്ലേ ഇത്. അപ്പോൾ അത് 2400 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളല്ല, നമ്മുടെ ഇന്ത്യയിലെ പ്രദേശങ്ങൾ. ജമ്മു കാശ്മീർ സംസ്ഥാനമല്ലല്ലോ. ഓക്കെ, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഏതൊക്കെ സംസ്ഥാനങ്ങളെന്ന് ഒന്നുകൂടെ പറയാം. ജമ്മു കാശ്മീർ പെടില്ല, ഹിമാചൽ പ്രദേശ്, പിന്നെ ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ പ്രദേശങ്ങളിലാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലകൾ കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് കൂടിയാണ്. അത് കൂടാതെ കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികളും എവിടെയുള്ളത്? ഈ ഉത്തര പർവ്വത മേഖലയുടെ ഭാഗങ്ങളിലാണ് ഉള്ളത്. ഏറ്റവും ഉയരം കൂടിയ കാഞ്ചൻജംഗയും നന്ദാദേവിയൊക്കെ ഈ ഉത്തരപർവ്വത മേഖലകളിലാണ് ഉള്ളത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുന്നത്. അതുള്ളത് എവിടെയാണ്? നേപ്പാളിലാണ്. അതുപോലെ നദികളുടെ പേര് പറഞ്ഞു. ഏതൊക്കെയാണ് നദികൾ വരുന്നത് എന്ന് പറഞ്ഞു? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പറഞ്ഞു. അതുപോലെ ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടി കിടക്കുന്ന പർവ്വതങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ടാണ് ഈ തണുപ്പിൻ്റെ തീവ്രത കുറവാണെന്ന് പറഞ്ഞു. അവിടെയാണ് എന്തുള്ളത്? സുഖവാസ കേന്ദ്രങ്ങളായ സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എല്ലാം ഉള്ളത് ആ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞു.
അതിനുശേഷം കാണുന്നത് എന്താണ്? ഉത്തരപർവ്വത മേഖല കഴിഞ്ഞ ഉത്തര മഹാസമതലമാണ്. ആ പച്ച കളറിൽ കാണണ്ടല്ലോ, ഉത്തര മഹാസമതലമാണ്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? രാജസ്ഥാനിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞു രാജസ്ഥാനിലെ കുറേ ഭാഗം എന്താണെന്ന് പറഞ്ഞു? മരുഭൂമിയാണെന്ന് പറഞ്ഞു അല്ലേ. രാജസ്ഥാന്, അതിനുശേഷം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിലെ കുറേ ഭാഗങ്ങളിലും എന്ത് വരുന്നുണ്ട്? ഉത്തര മഹാസമതലം വരുന്നുണ്ട്. രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിലെ കുറേ ഭാഗങ്ങളിലാണ് ഈ ഉത്തര മഹാസമതലം കിടക്കുന്നത്. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നും പറയും, അല്ലെങ്കിൽ ഉത്തര മഹാസമതലം എന്നും അറിയപ്പെടുന്നു. ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് എന്താണ്? ഗോതമ്പും ചോളവും നെല്ലും കരിമ്പും പരുത്തിയും പയറുവർഗ്ഗങ്ങളും ഒക്കെയാണ് ഉത്തര മഹാസമതലങ്ങളിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗത്ത് എന്താ പറഞ്ഞത്? ഉരുളക്കിഴങ്ങും ബാർലിയും കുങ്കുമപ്പൂവും അതുപോലെ ആപ്പിളും ഓറഞ്ചും തേയിലയൊക്കെയാണ് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം പീഠഭൂമികളെ കുറിച്ച് പറഞ്ഞു. പീഠഭൂമികൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വരുന്നത്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ നമ്മുടെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീസ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെയാണ് പീഠഭൂമി. സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളും ഈ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള പ്രധാന പർവ്വതങ്ങളാണ് വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ എന്ന് പറഞ്ഞു. അതുപോലെ അവിടെയുള്ള പ്രധാന കൃഷി ഏതൊക്കെയാണ്? പരുത്തി, പയറുവർഗ്ഗം, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയൊക്കെയാണ് പീഠഭൂമിയിലെ പ്രധാന കൃഷിവർഗം പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? കൽക്കരിയും ഇരുമ്പയരും മാഗ്നീഷ്യം, ബോക്സൈറ്റും ചുണ്ണാമ്പുകല്ലൊക്കെയാണ് പീഠഭൂമിയിലുള്ള ധാതു നിക്ഷേപം എന്ന് പറയുന്നത്. ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നത് എന്താണ്? പീഠഭൂമി. അതുപോലെ നമ്മൾ അവസാനം നമ്മുടെ തീരസമതലങ്ങളെ കുറിച്ച് പറഞ്ഞു. തീരസമതലം എന്ന് പറയുന്നത് 6100 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. പടിഞ്ഞാറ് ഭാഗത്താണ് അതിൻ്റെ വീതി കുറവ് എന്ന് പറഞ്ഞു. പടിഞ്ഞാറ് ഗുജറാത്ത് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന നദികൾ തന്നെയാണ് കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഈ തടങ്ങളിലാണ് പ്രധാനമായിട്ടും അവിടുത്തെ കൃഷിയായ നെൽകൃഷി അവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തീരസമതലങ്ങളിലെ പ്രധാന കൃഷി ഏതൊക്കെയാണ്? തെങ്ങും നെല്ലുമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉത്തരേന്ത്യയിലെ പ്രധാന ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് ഇവ വേനൽക്കാലത്തും എന്താണ്? ജലസമൃദ്ധമാണ്. ഹിമാലയൻ നദികൾ ഒഴുകിക്കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തര മഹാസമതലം. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഉത്തര മഹാസമതലം ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതന്നെയാണ് നമ്മൾ വീണ്ടും ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഉപദ്വീപീയ നദിയുടെ പ്രത്യേകത എന്താണ്? ഈ നദികൾ മഴയെ ആശ്രയിച്ചുള്ളത് കൊണ്ട് എന്താണ്? വേനൽക്കാലത്ത് അവയിൽ വെള്ളം കുറവായിരിക്കും. അതായത് ഹിമാലയൻ നദിയിൽ മഴക്കാലത്ത് ആ വെള്ളം ഉണ്ടാവും, അതുപോലെ വേനൽക്കാലത്ത് മഞ്ഞുരുകിയുള്ള വെള്ളങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ചിത്രങ്ങളിലെ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അതുപോലെ ഉപദ്വീപീയ നദികളുടെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ് അടുത്തത് നോക്കാനുള്ളത്. നമ്മൾ പറഞ്ഞ എക്കൽ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. എക്കൽ മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ നദികൾ കൊണ്ടുവന്ന എക്കൽ നിക്ഷേപം മൂലം ആണ് ഉത്തര മഹാസമതലം ഉണ്ടായത് എന്ന് പറഞ്ഞു. ആ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ എക്കൽ മണ്ണ്, ആ പച്ച കളർ കാണുന്നത്, ആ ഭാഗമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതുപോലെ രാജസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങളിലാണ് മരുഭൂമി ഉള്ളത് എന്ന് പറഞ്ഞു. അവിടെ ആ മരുഭൂമി മണ്ണ് കണ്ടില്ലേ. അതുപോലെ കറുത്ത മണ്ണ് എവിടെയാണെന്നുള്ളതെന്ന് നമ്മൾ പറഞ്ഞത് പീഠഭൂമിയിലാണ് കറുത്ത മണ്ണുള്ളത് പറഞ്ഞു. കേട്ടോ, പീഠഭൂമിയുടെ പ്രദേശങ്ങളാണ് ആ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അതുപോലെ ലാറ്ററൈറ്റ് മണ്ണുള്ളത് എവിടെയാണ്? ഈ കടൽ തീര പ്രദേശങ്ങളിലായിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത് അല്ലേ. അറബിക്കടലിൻ്റെ ആ ഭാഗങ്ങളിലായിട്ടാണ് ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. നെൽകൃഷിക്ക് അനുയോജ്യമായതാണ്. അതുപോലെ പർവ്വത മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരപർവ്വത മേഖലയിലാണ് പർവ്വത മണ്ണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ മറ്റു ഭാഗങ്ങളായിട്ടാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. ഉത്തര മഹാസമതലത്തിലെയും മറ്റു നദികളിലെയും മണ്ണിനമായ എക്കൽ മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടമായത്. അപ്പോൾ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് ചോദിച്ചാൽ എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് നിറഞ്ഞ നമ്മുടെ നദീതടങ്ങൾ പണ്ട് മുതൽ തന്നെ സമൃദ്ധമായ കാർഷിക മേഖലയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണ്. പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റും. ചെമ്മണ്ണും
അതുപോലെ ലാറ്ററൈറ്റ് മണ്ണും ഉപദ്വീപീയ പീഠഭൂമിയിലുണ്ട് അല്ലേ. ഇവ ഫലപുഷ്ടി കുറവാണെങ്കിലും വളപ്രയോഗത്തിലൂടെ കൃഷിക്ക് ഉപയുക്തമാക്കാറുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിൽ മണ്ണിൽ ജലാംശം കുറവായതിനാൽ അവിടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ജലസേചനം വേണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് എന്താണ്, കൃഷി വളരെ കുറവാണ്. അതുപോലെ വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണാണ് പർവ്വത മണ്ണ് എന്ന് പറയുന്നത്. ഈ മണ്ണിൽ ജൈവാംശം കൂടുതലാണ്. അതുപോലെ ഇന്ത്യയിലെ കാലാവസ്ഥയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഇന്ത്യയിലാണ്. തണുപ്പുകാലത്ത് ഡൽഹിയിൽ 0°C അടുത്ത് തണുത്തു വിറയ്ക്കുമ്പോൾ വേനൽക്കാലത്ത് ഇന്ത്യ പാരമ്യത്തിൽ 40°C മേൽ ചൂടും പൊള്ളുന്നുണ്ട്. കാശ്മീരിലെ കാർഗിൽ, ദ്രാസ് എന്നിവിടങ്ങളിൽ ശൈത്യകാലത്തെ താപനില -40°C വരെ താഴാറുണ്ട്. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ ചോദിച്ചാൽ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ്. ഏത് കാലാവസ്ഥയാണ്? ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ്. ഇന്ത്യയിൽ 3 കാലാവസ്ഥയുള്ളത്: ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം എന്നിവയാണ്. ഉഷ്ണകാലം പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയങ്ങളാണെന്ന് പറഞ്ഞു. ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് ഈ ഉഷ്ണകാലം എന്ന് പറയുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഈ സമുദ്ര സമീപം ഉള്ളതുകൊണ്ട് അത്ര ചൂട് അനുഭവപ്പെടാറില്ല. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ നല്ല ചൂടുണ്ടാവും. ഈ കാലയളവിൽ ഇന്ത്യയിൽ പൊതുവെ നല്ല വരൾച്ചയും ഉള്ള കാലമാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ മാത്രം വേനൽ മഴയും ലഭിക്കാറുണ്ട്. കുറഞ്ഞ മഴയോ ജലത്തിൻ്റെ അമിത ചൂഷണമോ കാരണം കടുത്ത ജലദൗർബല്യം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് വരൾച്ച എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 1/3 ഭാഗം പ്രദേശങ്ങളും വരൾച്ചാ ബാധിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിളനാശം, ശുദ്ധജല ദൗർബല്യം തുടങ്ങിയ ദുരവസ്ഥയ്ക്ക് കാരണമാകുന്ന ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വളർച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ, അതുപോലെ മഴവെള്ളക്കൊയ്ത്തിലൂടെയും ഇതിന് നമുക്ക് കുറച്ച് സമാധാനമുണ്ടാക്കാൻ കഴിയും. അടുത്താണ് ശൈത്യകാലം എന്ന് പറയുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ളതാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉഷ്ണകാലത്ത് ഉത്തര മേഖലയിലൊക്കെ, വടക്ക് മേഖലയിലൊക്കെ എന്താണ്, നല്ല ചൂടാണ് പറഞ്ഞല്ലേ. അപ്പോൾ ശൈത്യകാലത്താണ് പറഞ്ഞാൽ ആ ഭാഗങ്ങളിൽ അതിശൈത്യമാണ് ഉണ്ടാവാറ് എന്നാണ് പറയുന്നത്. ഈ കാലത്ത് ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞു വീഴ്ചയുണ്ടാറുണ്ട്. പൊതുവെ വരണ്ട അന്തരീക്ഷം നിലനിൽക്കുന്ന ശൈത്യകാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടാകാറുണ്ട്. ഇത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഈ ശൈത്യകാലത്തുള്ള മഴ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ശൈത്യത്തിൻ്റെ കാഠിന്യം കുറവാണ്. അപ്പോൾ നമുക്ക് വേനലിൻ്റെ കാഠിന്യവും കുറവാണ്, ശൈത്യത്തിൻ്റെ കാഠിന്യവും കുറവാണ്. അടുത്തതാണ് മഴക്കാലം. ഇന്ത്യയിൽ 2 മഴക്കാലമാണുള്ളത്. ആദ്യത്തെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്ത്, അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിലും ധാരാളം മഴ ലഭിക്കും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്ന ഈ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വീണ്ടും മഴക്കാലമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നത് ഈ കാലത്തെയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കേ തീരത്താണ്. ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കിഴക്കൻ തീരത്താണ്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നോക്കാം. മഴക്കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന വെള്ളപ്പൊക്കം കൃഷിയിടങ്ങൾക്കും മനുഷ്യവാസ സ്ഥലങ്ങൾക്കും ഭീഷണിയാവാറുണ്ട്. മൺസൂൺ കാലത്തെ അതിവർഷം, നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് എന്നിവ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. ജീവനും സ്വത്തിനും കനത്ത നാശം വിതയ്ക്കുന്ന ഈ പ്രകൃതി ദുരന്തത്തെ തടയാനും അപകട തീവ്രത കുറയ്ക്കാനും സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് ഡാമുകൾ നിർമ്മിക്കുക എന്നതും വനവൽക്കരണവും, നദികളുടെ ഉപരിഘട്ടത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക, അതുപോലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നിവയെല്ലാം. ഇനി നൈസർഗിക സസ്യജാലങ്ങളും ജന്തുവൈവിധ്യവും. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ജന്തുജാലങ്ങളും വൈവിധ്യം നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 5ാം ക്ലാസ് ബുക്ക് പറയുമ്പോൾ പലതരം ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അതിലാണ് പ്രധാനപ്പെട്ടതാണ് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും അതുപോലെ
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങ്, പലതരം പാമ്പുകൾ, വിവിധയിനം ഷഡ്പദം, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെ നിരവധി ശലഭങ്ങൾ ഉള്ളത് ഈ കാടുകളിലാണ്. എവിടെയാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനം. അപ്പോൾ ഇവിടെ സിംഹവാലൻ കുരങ്ങ് വരുമ്പോൾ അവിടെ നമ്മുടെ എന്ത് വരും? സൈലന്റ് വാലി പെടുന്നുണ്ട് അല്ലേ? സൈലന്റ് വാലി എവിടെയാണ്? പശ്ചിമഘട്ടത്തിലല്ലേ ഉള്ളത്. അപ്പോൾ അതൊരു ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്. അടുത്തത് ഇലപൊഴിയും കാട്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണുള്ളത്. പല ജാതി മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനം എന്ന് പറയുന്നത് ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങൾ എവിടെയാണ്? ഇലപൊഴിയും കാടുകളാണ്. അടുത്തത് മുൾച്ചെടിയും കുറ്റിക്കാടും. മുൾച്ചെടിയൊക്കെ എവിടെ കാണുക? മരുഭൂമിയിലാണല്ലേ. മരുഭൂമി എവിടെയുള്ളത്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗത്തും മഴ തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് വളരുന്നത്. ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരഗങ്ങൾ എന്നിവ ഈ മേഖലയിൽ ജീവിക്കുന്നവയാണ്. അവസാനത്തേതാണ് ഇനി 2 കൂടിയുണ്ട്. കണ്ടൽ ചെടികൾ. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽ ചെടികൾ. നദീമുഖങ്ങളിലും സമുദ്രങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങൾക്ക് പ്രജനന കേന്ദ്രങ്ങളാണ്. അടുത്തത് പർവ്വത വനങ്ങൾ. ഉയരം കൂടിയ ഭൂപ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗസസ്യങ്ങളും പർവ്വത വനങ്ങളിൽ പെടുന്നു. കസ്തൂരിമാൻ, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും എന്ത് കാണപ്പെടുന്നത്? വരയാട് കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടാറുണ്ട്. പക്ഷേ അത് കൂടാതെ ഈ പർവ്വത വനങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ് എന്ത് കാണുന്നത്? കസ്തൂരിമാനും വരയാടും ഹിമപ്പുലിയും ഒക്കെ കാണപ്പെടുന്നത് ഈ പർവ്വതങ്ങളിലാണ്. അപ്പോൾ ജൈവ വൈവിധ്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഉഷ്ണമേഖല നിത്യഹരിത വനം പറഞ്ഞു. അവിടെയുള്ള സിംഹവാലൻ കുരങ്ങും പലതരം പാമ്പും വിവിധ ഷഡ്പദങ്ങളും അതുപോലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്തിനെ കുറിച്ച് പറഞ്ഞു. ഇലപൊഴിയും കാടുകൾ പറഞ്ഞു. അവിടെയാണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണുള്ളതെന്ന് പറഞ്ഞു. അവിടെയാണ് എന്തുള്ളത് എന്ന് പറഞ്ഞു? പക്ഷികളും കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിവയൊക്കെ പറഞ്ഞു. മുൾച്ചെടികളും കുറ്റിക്കാടുകളൊക്കെ ഉള്ളത് എവിടെയാണ്? രാജസ്ഥാൻ മരുഭൂമി ഭാഗത്താണ്. അവിടെ ഒട്ടകം, കഴുക്, പരുന്ത് അങ്ങനെയുള്ള ജീവികളാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ടൽക്കാടുകൾ പറഞ്ഞു. കണ്ടൽക്കാടുകൾ ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രമാണ്. എവിടെ? പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞു. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന ചെടികളാണ്, സസ്യജാലങ്ങളാണ് ഇവ എന്ന് പറഞ്ഞു. പർവ്വതങ്ങൾ പറഞ്ഞു. ആ പർവ്വത വനങ്ങളിലാണ് എന്ത്? കസ്തൂരിമാനും വരയാടും ഹിമപ്പുലിയും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എല്ലാം കൊണ്ടും നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് വളരെ വൈവിധ്യമാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ 2 ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സിലാണ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ പർവ്വതങ്ങളുടെ അല്ലെങ്കിൽ നദികളുടെ പേരിലുള്ള തരംതിരിവുകൾ കുറച്ച് പഠിക്കാനുണ്ട്. അതുപോലെ മണ്ണിനങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായി പഠിക്കാറുണ്ട്. അതെല്ലാം അടുത്ത ക്ലാസ്സിൽ അതുമായി വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ.